ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ലാസ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇറ്റലിയിലോട്ട് പോവാം. ഇറ്റലിയിലെ ഒരു കുറച്ച് ക്ലിപ്സേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. എനിക്ക് ഇറ്റലി അത്ര ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് എനിക്ക് വയ്യാതൊക്കെ വന്നുകൊണ്ട് തന്നെ പനിയൊക്കെ ആയിട്ടും മഴ അങ്ങനെ കുറേ കാരണങ്ങൾ ഇറ്റലിയിലെ അധികം വീഡിയോസ് ഒന്നുമില്ല. ചിലപ്പോൾ കുറച്ച് വീഡിയോ ആയിട്ട് ഞാൻ നാളെയും കൂടി ഒരു വീഡിയോ കൂടി ഇട്ടിട്ട് ഈ നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗ് ഞാൻ നിർത്തും കേട്ടോ. അപ്പം നമ്മൾ ഇറ്റലിയിലേക്ക് പോവുക കേട്ടോ. ട്രെയിൻ ത്രൂവാണ് പോകുന്നത്. അപ്പം നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നും അടുത്തൊരു രാജ്യത്ത് ഇറ്റലിയിലേക്ക് പോവുക കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ബെർണീന എക്സ്പ്രസ്സിലാട്ടോ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, ആ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടി. നമ്മൾ ഇറ്റലിയിലുള്ള ടിരാനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. ഇന്നത്തെ ആ ദിവസം അവിടെ സ്റ്റേ ചെയ്യും. അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് മിലാനോ അല്ലെങ്കിൽ മിലൻ എന്ന് പറയും, അവിടേക്ക് പോവാട്ടോ പിറ്റേ ദിവസം ഇറ്റലിയിൽ. അപ്പം നമ്മൾ ഈ ബെർണീന എക്സ്പ്രസ്സിൽ ഞാൻ സത്യം പറഞ്ഞാൽ പോകുമെന്ന് വിചാരിച്ചില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അറിഞ്ഞില്ലേ അതിലാ ലാസ്റ്റ് ഡേയിൽ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിലൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു തന്നില്ല. പക്ഷേ ലാസ്റ്റ് ഡേയിൽ ഏട്ടൻ പറഞ്ഞു നമ്മളതിലാണ് പോകുന്നതെന്ന്. നമ്മൾ ഈ മഞ്ഞുള്ള സമയത്ത് കാഴ്ചകൾ വേറെയാട്ടോ, അത് വേറൊരു ഭംഗിയാണ്. ഇപ്പം നമ്മൾ മഞ്ഞൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ അവിടെ ഫുള്ള് മഞ്ഞായിരിക്കും. നമ്മൾ പോയി ശരിക്കും സെപ്റ്റംബറിലാണ്. ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ മടിയുള്ളതുകൊണ്ട് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വേറൊരു കാഴ്ചയായിരിക്കും അവിടെ പോകുന്നവർക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ പോയ സമയത്ത് മഞ്ഞൊന്നും തുടങ്ങിയിട്ടില്ലാഞ്ഞത് കൊണ്ടിട്ട് നമുക്ക് ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കണ്ടത്. ഇത് നമ്മൾ ബെർണീന എക്സ്പ്രസ് കയറിയിട്ടുള്ളതല്ല. ആ ബെർണീന എക്സ്പ്രസ്സിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ വേറൊരു ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിൽ നമ്മൾ പോയിട്ട് അവിടെ ഒരു സ്ഥലമാട്ടോ ഇത്. ശരിക്കും ഈ സ്ഥലം എവിടെ നിന്നാണ് ഞാൻ ബെർണീന എക്സ്പ്രസ്സിൽ കയറിയെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ ഓർക്കുന്നുണ്ട്, താഴെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ആ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്നാണ് നമ്മൾ ബെർണീന എക്സ്പ്രസ്സിൽ കയറിയിട്ട് ഇറ്റലിയിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ബെർണീന എക്സ്പ്രസ്സിൽ കയറി. അപ്പം ഏട്ടൻ അവിടെ ഇരുന്നിട്ട് ടാറ്റയൊക്കെ കളിക്കുക. ഞാനിങ്ങനെ വെളിയിൽ അതിൻ്റെ വ്യൂ ഒക്കെ നോക്കുക കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡും അതിൻ്റെ മോൾ ഭാഗം വരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, അപ്പം നമുക്ക് ഫുള്ള് വ്യൂ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ നമ്മൾ ഇത്രയും നാൾ പോയ ട്രെയിനിൽ നിന്ന് ഒരു വ്യത്യസ്തത, നമ്മൾക്ക് ഇരിക്കാനാണെങ്കിലും നല്ല രസമാണ് കേട്ടോ ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയറുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പെട്ടിയൊക്കെ വെക്കാനുള്ള റാക്കുകളൊക്കെ കാണും കേട്ടോ. എന്നിട്ട് നോർമൽ സീറ്റിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യൂ. ഇങ്ങനെ മുകൾ വരെ നമുക്ക് ആ വ്യൂ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ആട്ടോ ഇവിടുത്തെ ഫുഡ് എന്ന് കാണിച്ചത്. അതായത് ഇടയ്ക്ക് വെച്ച് നമ്മളൊരു സ്റ്റേഷനായപ്പോൾ ഒരു
ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ ആയപ്പോൾ നമ്മളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 5-10 മിനിറ്റ് കേട്ടോ, കുറച്ച് നേരം നമ്മളെ അവിടെ നിർത്തി നമ്മളെല്ലാവരും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ട്രെയിനിൽ നിന്ന് ഒരു ഗിഫ്റ്റ് പോലെ സംഭവം കിട്ടി. ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി ട്രെയിനിൻ്റെ മിനിയേച്ചർ തന്നെയാണ്. അപ്പോൾ ഞാൻ വെച്ചു ചുമ്മാ, പിന്നെ മനസ്സിലായി അതിനകത്തിൽ ചോക്ലേറ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റ് കണ്ടപ്പോൾ എൻ്റെ സന്തോഷം കാണാൻ പറ്റും. ഞാൻ ആദ്യം വെച്ചത് ചുമ്മാ ഗിഫ്റ്റ് ഒരു ഓർമ്മയ്ക്കായിട്ട് തന്നതാണ്. പിന്നെ മനസ്സിലായത് അതിൽ ചോക്ലേറ്റ്സ് നമുക്ക് ഓരോരുത്തർക്കും തരും കേട്ടോ. അതിനകത്തിൽ ഒരു 10 ചോക്ലേറ്റ്സ് കാണും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കണ്ടെൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത്. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടി. പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു ടീ അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അത് രണ്ടും നമുക്ക് ഫുഡായിട്ട്. പിന്നെ അല്ലാതെ ഇത് കോംപ്ലിമെൻ്റായിട്ട് തരുന്നത് എല്ലാവർക്കും തരും. പിന്നെ അല്ലാതെ നമ്മുടെ സാധാ ട്രെയിൻ പോലെ തന്നെ പല ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം, അങ്ങനെ കൊണ്ടു തരും കേട്ടോ. എങ്ങനെയുണ്ട്? നോർമൽ ചായ, ഗ്രാസ് ടീ, വെള്ളം. അങ്ങനെ നമ്മൾ ടിരാനോയിൽ എത്തി കേട്ടോ. ഇറ്റലിയും സ്വിറ്റ്സർലാൻഡിൻ്റെ ബോർഡറാണ് ടിരാനോ. ബോർഡർ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇറ്റലിയിലേക്ക് കയറുന്നതാണ്. ഇറ്റലിയാണ് ടിരാനോ എന്ന് പറഞ്ഞാൽ അവിടെയാണ് സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു റൂം നമ്മൾ ബുക്ക് ചെയ്യും. റൂമല്ല, ഒരു വീടാണ്. അതിനകത്തുള്ള ഒരു റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുക കേട്ടോ. ഇവിടെ ഒത്തിരി കിവി ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും കൃഷിയാണ്. പിന്നെ ഇവിടെ സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലാണ് കിവീൻ്റെ. അപ്പോൾ ഞാൻ ആദ്യം വെച്ചത് എവിടെയാണ്, പിന്നെ മനസ്സിലായത് ഇവിടെ എല്ലാം കിവി ഉണ്ടെന്ന്.
സ്ട്രൈറ്റ് ഗോ സ്ട്രൈറ്റ്. നല്ല കിവീൻ്റെ മണം ഇവിടെയൊക്കെ. ഫുൾ കിവി ഉണ്ട് കേട്ടോ. ഇവിടെ ഓരോ വീട്ടിലും കിവിയൊക്കെ നട്ടിട്ടുണ്ട്. ഗോ സ്ട്രൈറ്റ് ദെൻ ലെഫ്റ്റ്. ഇല്ല, ഗോ സ്ട്രൈറ്റ് ദെൻ ലെഫ്റ്റ്. ഇനി 4 മിനിറ്റ്സ് ഉണ്ട്. 270 4 മിനിറ്റ് ഉണ്ട് ഇനി. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നിട്ട് ഇറ്റലിയിലോട്ട് വരുമ്പോൾ വേറൊരു ടൈപ്പ് കാഴ്ചകളാട്ടോ. ഇതൊരു പഴയ ഒരു എന്താ എനിക്കറിയത്തില്ല, ഇത് ഞങ്ങൾ ചോദിച്ചു വന്നില്ല, കാരണം അവർക്ക് നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞങ്ങൾ നിന്ന വീട്ടിൽ ഒരു പഴയ ഒരു കോട്ട പോലൊരു വാതിലുണ്ട്. ഇതിനകത്തൊരു വീട്ടിലാണ് നമുക്ക് സ്റ്റേ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് കുറേ നേരം സമയം അവിടെ പോയി കേട്ടോ. അവരെ വിളിച്ചിട്ട് അവർക്ക് നമ്മൾ പറയുന്ന മനസ്സിലാകുന്ന, അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ, അവിടെ തന്നെ ഉള്ള ആൾക്കാർ. അങ്ങനെ ഫൈനലി അവരെ കണ്ടുപിടിച്ചു നമ്മളെ. ഇതാട്ടോ റൂം. ഇങ്ങനത്തെ ഈ ഒരു റൂമും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടോയ്ലറ്റും പിന്നെ ഈ ഒരു ബെഡ്റൂം, ഇത്രയും നമുക്ക് തന്നെയായിരുന്നു. നമുക്ക് 2 പേർക്ക് കിടക്കാൻ ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ലാവിഷായിട്ട് കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അതുപോലെ ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊന്ന് അവിടേക്ക് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോയി. ഇതെല്ലാം വീടുകളുടെ എൻട്രൻസ് ആട്ടോ, അല്ലാതെ ഇതെല്ലാം താമസിക്കുന്ന വീടുകളാണ്. നോർമലി ആൾക്കാർ താമസിക്കാൻ, അല്ലാതെ ഇതുപോലെ ഗസ്റ്റുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കല്ല, അല്ലാതെ തന്നെ അവരുടെ വീടുകളുടെയൊക്കെ വാതിലാട്ടോ. ഇപ്പോൾ കാണുന്നതിൻ്റെ മണ്ടയ്ക്ക് വരെ ഒരു ഗുഹ പോലെ കയറി പോകണം കേട്ടോ. നമ്മൾ കയറി ആ എൻട്രൻസാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ വീടുകൾ ഭയങ്കര ഇഷ്ടം. ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും. എനിക്ക് ഇങ്ങനത്തെയൊക്കെ വീട്, ഈ സൈഡിൽ കൂടെ കാണുന്ന അങ്ങോട്ടൊക്കെ പോകുന്ന വാതിലുകളും ഒക്കെ, ഇത് വെള്ളമാട്ടോ. അപ്പുറത്തെ സൈഡിൽ ഇതുപോലുണ്ട്, എനിക്ക് തെറ്റിപ്പോയത്. ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലൊരു ഹോളുണ്ട്, അത് അവരുടെ വാതിലൊക്കെ. ഇത് മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്തിൽ. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ മുകളിലോട്ട് പോകുന്ന അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം ഞാൻ ജീവനോട് പറയുകയും ചെയ്തു എനിക്ക് അവിടെ താമസിക്കണമായിരുന്നു എന്ന്. ജീവ മുകളിലോട്ട് പോകാൻ പറ്റും, മുകളിലോട്ട് പോകാൻ പറ്റും. ശരിയാ, മുകളിലുണ്ട് കേട്ടോ. നോക്കി അവിടെ റൂംസ് ഉണ്ടടാ, അവിടെ റൂംസ് ഉണ്ട്. അവിടെ മോളിൽ റൂംസ് ഉണ്ടാവും. എല്ലാവരും റൂമൊക്കെ ആയിരിക്കും മുകളിൽ. ഇങ്ങോട്ട് പോകണം, മുമ്പ് അതുവഴിയല്ലോ നമുക്ക് ഇതുവഴി പോകുമ്പോൾ. ഞങ്ങൾ ഇറ്റലിയിലെ എവിടെ ഈ സ്ഥലപ്പേര്? തിരാനോ. ആ എന്നുവെച്ചാൽ സ്വിറ്റ്സർലാൻഡ് ഇറ്റലി ബോർഡർ അല്ലേ? ആ ഇത് ഇറ്റലി തന്നെ, പക്ഷെ നമുക്ക് നമ്മൾ
ബോർഡർ നമ്മൾ നാളെ ഇവിടുന്ന് മിലാനില്ലേ, മിലാൻ. മിലാനിലോട്ട് മിലാനോ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, സ്ട്രീറ്റിലൂടെയൊക്കെ.
ജീവോ എങ്ങനെയുണ്ട് ഇറ്റലി? വെരി നൈസ്. ഇറ്റലി ഓർ സ്വിറ്റ്സർലാൻഡ്? സ്വിറ്റ്സർലാൻഡ്. നീ പറ, ഇറ്റലി ഓർ സ്വിറ്റ്സർലാൻഡ്? ഇറ്റലി കണ്ടു തുടങ്ങിയല്ലേ ഉള്ളൂ. ഇതുവരെ സ്വിറ്റ്സർലാൻഡ് തന്നെ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. രണ്ടിനും രണ്ട് ഇതായ ഭംഗി. ഇവിടുത്തെ മരങ്ങളുടെ ഇത് എന്താ ശ്രദ്ധിച്ചില്ല? എന്താ ഫുള്ളാണോ പിസ്സയുടെ പരിപാടിയാണ്? ആ ഒരു പിസ്സ കഴിച്ചാലോ? നമുക്ക് അവിടെ പോയി കഴിക്കാം നാളെ. എനിക്ക് വേണ്ട പിസ്സ. നാളെ അവിടെ പോയി കഴിക്കാം. ഏതോ സ്മാരക പാർക്കാണ്. ഇവിടെ എല്ലാം പട്ടികളാണ്, പട്ടിമയം. ഇവിടെ അതെ സ്വിറ്റ്സർലാൻഡിലും അതെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നാടൻ പട്ടിയെ പോലെ ഇല്ലയോ എന്നെ കണ്ടിട്ട്? കുറച്ച് നേരം അവിടെ എല്ലാം നടന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വന്ന് ഈ സാധനങ്ങളെല്ലാം നമുക്ക് കഴിക്കാനാട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കുറച്ച് സാധനങ്ങളെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ പിന്നെ വേണമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ടീ, കോഫി അങ്ങനെ പിന്നെ കുറേ അല്ലാതെ സ്നാക്സായിട്ട് കഴിക്കാൻ. അവിടുത്തെ കൂടുതലും മധുരം, എനിക്ക് മധുരം അത്ര ഇഷ്ടമാണ് കഴിക്കാൻ. രുചിയൊക്കെ എനിക്ക് കഴിക്കാൻ, എനിക്ക് എരിവും പുളിയൊക്കെ കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്.